Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പഠിച്ചത് ആന്റി ട്യൂബർക്കുലാറും അതുപോലെ ടെട്രാസൈക്ലിൻ ദെൻ സൾഫോണമൈഡ്സ് ഒക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ആന്റി ഫംഗൽ ഏജന്റ്സ്. അടുത്ത ഹെഡിങ് ആന്റി ഫംഗൽ ഏജന്റ്സ്. ഡെഫിനിഷൻ നോക്കാം, ഓൾറെഡി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡെഫിനിഷൻ നോക്കാം. An antifungal medication, also known as antimycotic medication, is a pharmaceutical fungicide or fungistatic used to treat mycosis such as atlas foot, ringworm and candidiasis etc. Okay, അതായത് ആന്റിഫംഗൽ ഏജന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കേഷൻ ആണ്. ഈ മെഡിക്കേഷൻ ആന്റിമൈക്കോട്ടിക് മെഡിക്കേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഫംഗിസൈഡ് അല്ലെങ്കിൽ ഫംഗിസ്റ്റാറ്റിക് ആണ്. ഓക്കെ, ഫംഗിസൈഡ് എന്താണ്, ഫംഗിസ്റ്റാറ്റിക് എന്താണെന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഓക്കെ, യൂസ്ഡ് ടു ട്രീറ്റ് മൈക്കോസിസ്. ഇത് മൈക്കോസിസ് തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലസ് ഫോട്ട്, റിംഗ്വോം, കാൻഡിഡിയാസിസ് ഇതിനെല്ലാം ആണ് മൈക്കോസിസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞു തന്നതാണ്. ഓക്കെ, എന്നിട്ട് പറയാം ആന്റി ഫംഗൽ മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിമൈക്കോട്ടിക് മെഡിക്കേഷൻ കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് ഫംഗിസൈഡ് അല്ലെങ്കിൽ ഫംഗിസ്റ്റാറ്റിക് ആണ്. ഇത് മൈക്കോസിസിനെ ട്രീറ്റ് ചെയ്യാനാണ്. മീൻസ് അറ്റ്ലസ് ഫുട്ട്, റിംഗ്വോം, കാൻഡിഡിയാസ് ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഫംഗിസ്റ്റാറ്റിക്, ഫംഗിസിഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് ഫംഗിസ്റ്റാറ്റിക്? ആരെങ്കിലും ആൻസർ പറ. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഫസ്റ്റത്തെ സെക്ഷനിൽ തന്നെ പഠിച്ചതാണ്. ആർക്കെങ്കിലും അറിയോ? ഫംഗിസിഡൽ, ഫംഗിസ്റ്റാറ്റിക് എന്നൊക്കെ പറഞ്ഞ, ബാക്ടീരിയസിഡൽ, ബാക്ടീരിയസ്റ്റാറ്റിക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഗിവ് റെസ്പോൺസ്. എന്താണ് ഫംഗിസിഡൽ അല്ലെങ്കിൽ ഫംഗിസ്റ്റാറ്റിക്? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓൾറെഡി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, സൈഡ് എഫക്ട്സ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ abdominal pain, second one headache, third one diarrhea, next one rashes, next one indigestion. എന്നോട് പറയാം സൈഡ് എഫക്ട്സ്. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, ഹെഡേക്ക്, ഡയറിയ, റാഷസ് ആൻഡ് ഇൻഡൈജഷൻ മീൻസ് ദഹനക്കുറവ് ഉണ്ടാകും. നെക്സ്റ്റ് ഹെഡിങ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. അടുത്ത ഹെഡിങ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ pregnancy, second one low amount of potassium in the blood, next one abnormal heart rhythm means pregnancy, low amount of potassium in the blood, bloodil potassium അളവ് കുറയുന്നത്, then abnormal ആയിട്ടുള്ള heart rhythm. Okay, അതായത് tachycardia, bradycardia. Okay, is it clear? ഇത്രയും ക്ലിയർ ആയോ? Please give response. Okay, next classification. At the heading കൊടുക്കുക classification. Okay, in that first one ഒന്നാമത്തത് antibiotics. number 1 എന്ന് കൊടുക്കുക antibiotics. Okay, അതിലെ again A, അതിലെ A pollines. Okay, antibiotic ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ pollines. pollines എന്ന് പറയും. Okay, അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. നിസ്റ്റാറ്റിൻ, നിസ്റ്റാറ്റിൻ, കോമ ഹാമൈസിൻ, ഹാമൈസിൻ, കോമ ആംഫോടെറിസിൻ ബി, ആംഫോടെറിസിൻ ബി. എന്നിട്ട് പറയാം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റിബയോട്ടിക്സ് ആണ്. അതിനെ അഗൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിലെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ പോളീൻസ്. അതിന് എക്സാമ്പിൾസ് നിസ്റ്റാറ്റിൻ, ഹാമൈസിൻ, ആംഫോടെറിസിൻ ബി. ഓക്കെ, അതിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എക്കിനോകാൻറ്റീൻസ്, എക്കിനോകാൻറ്റീൻസ്. എക്കിനോകാൻറ്റീൻസിന് എക്സാമ്പിൾസ് കാസ്പെർഫ്യൂജിൻ, കാസ്പെർഫ്യൂജിൻ ആൻഡ് മിക്കാഫ്യൂജിൻ, കാസ്പെർഫ്യൂജിൻ ആൻഡ് മൈക്കാഫ്യൂജിൻ. അതായത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എക്കിനോകാൻറ്റീൻസ് ആണ്. അതിന് എക്സാമ്പിൾസ് കാസ്പെർഫ്യൂജിൻ ആൻഡ് മൈക്കാഫ്യൂജിൻ. then അതിൽ തന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഹെട്രോസൈക്ലിക് ബെൻസോഫ്യൂറൻ, ഹെട്രോസൈക്ലിക് ബെൻസോഫ്യൂറൻ. അതിന് എക്സാമ്പിൾ ഗ്രിസിയോഫൾവിൻ, അതിന് എക്സാമ്പിൾ ഗ്രിസിയോഫൾവിൻ.
ഒന്നുകൂടി പറയാം. ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആന്റിബയോട്ടിക്. അതിനെ അഗൈൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പോളിൻസ്. പോളിൻസിന് എക്സാമ്പിൾ നിസ്റ്റാറ്റിൻ, ഹാമൈസിൻ ആൻഡ് ആംഫോടെറിസിൻ ബി. ദെൻ അതിൽ രണ്ടാമത്തത് എക്കിനോകാൻഡിൻസ്. അതിന് എക്സാമ്പിൾസ് കാസ്പെഫ്യൂജിൻ, മൈക്കഫ്യൂജിൻ. ദെൻ അതിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഹെട്രോസൈക്ലിക് ബെൻസോഫ്യൂരൻ. അതിന് എക്സാമ്പിൾ ഗ്രിസിയോഫെൾവിൻ. ഓക്കെ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, the main classification, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റിമെറ്റബോളൈറ്റ്സ്. ഓക്കെ. അതിന് എക്സാമ്പിൾ ആന്റിമെറ്റബോളൈറ്റ്സിന് അഗൈൻ ക്ലാസിഫിക്കേഷൻ വരുന്നില്ല. അതിന് എക്സാമ്പിൾ ഫ്ലൂസൈറ്റോസിൻ. ദെൻ മെയിൻ ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തത് അസോൾസ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അസോൾസ്. ഓക്കെ. അസോൾസിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അസോൾസിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇമിഡാസോളിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ടോപ്പിക്കൽ. ഇമിഡാസോളിലെ എ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കൽ. അതിന് എക്സാമ്പിൾ ക്ലോട്രിമസോൾ ആൻഡ് എക്കോനസോൾ. ക്ലോട്രിമസോൾ ആൻഡ് എക്കോനസോൾ. ദെൻ അതിൽ ബി സിസ്റ്റമിക്. അതിന് എക്സാമ്പിൾ കീറ്റോകൊണസോൾ. ഓക്കെ. അതായത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അസോൾസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇമിഡാസോളിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ബി. അതിൽ എ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കൽ. അതിന് എക്സാമ്പിൾ ക്ലോട്രിമസോൾ ആൻഡ് എക്കോണസോൾ. ദെൻ അതിലെ ബി ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിക് ആണ്. അതിന് എക്സാമ്പിൾ കീറ്റോകൊണസോൾ എന്ന് പറഞ്ഞ ഡ്രഗ്. ദെൻ അസോൾസിലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ട്രയോൾസിന് എക്സാമ്പിൾസ് ഫ്ലൂക്കോണസോൾ ആൻഡ് ഇട്രാകൊണസോൾ. ഇത്രയാണ് അസോൾസ്. അതായത് അസോൾസിൽ പ്രധാനമായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, ഇമിഡാസോൾ ആൻഡ് ട്രയാസോൾസ്. ഇമിഡാസോൾസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കലും സിസ്റ്റമിക്കും. ദെൻ അഗൈൻ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷന്റെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലീൽ അമൈൻസിൽ എക്സാമ്പിൾസ് ടെർബിനാഫിൻ, ടോൾനഫ്റ്റേറ്റ്. രണ്ടാമത്തത് ടോൾനഫ്റ്റേറ്റ്. അതായത് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലീൽ അമീൻസ് ആണ്. അതിന് എക്സാമ്പിൾസ് ടെർബിനാഫിൻ ആൻഡ് ടോൾനഫ്റ്റേറ്റ്. ദെൻ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കൽ ഏജന്റ്സ്. അതിന് എക്സാമ്പിൾസ് ബെൻസോയിക് ആസിഡ്, സിങ്ക് പ്രൊപ്യോനേറ്റ്. നെക്സ്റ്റ് വൺ സാലിസിലിക് ആസിഡ്. അതായത് അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കൽ ഏജന്റ്സ് ആണ്. എക്സാമ്പിൾസ് ബെൻസോയിക് ആസിഡ്, സിങ്ക് പ്രൊപ്യോനേറ്റ് ആൻഡ് സാലിസിലിക് ആസിഡ്. അതായത് ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന് അഗൈൻ പോളിൻസ്, എക്കിനോകാൻഡിൻസ് ആൻഡ് ഹെട്രോസൈക്ലിക്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റിമെറ്റബോളൈറ്റ്സ്. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അസോൾസിന് അഗൈൻ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഇമിഡാസോൾ ആൻഡ് ട്രയാസോൾ. ഇമിഡാസോളിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്കൽ ആൻഡ് സിസ്റ്റമിക്. ദെൻ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലീൽ അമീൻസ്. അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കൽ ഏജന്റ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ആന്റിവൈറൽ ഡ്രഗ്സ്. അടുത്ത ഹെഡിങ് ആന്റിവൈറൽ ഡ്രഗ്സ്. ഓക്കെ, എന്താ നോക്കാം. ആന്റിവൈറൽ ഡ്രഗ്സ് ആർ എ ക്ലാസ് ഓഫ് മെഡിക്കേഷൻ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് വൈറൽ ഇൻഫെക്ഷൻസ്. ആന്റിവൈറൽ ഡ്രഗ്സ് എന്ന ഒരു ക്ലാസ് ഓഫ് മെഡിക്കേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻ ആണ്
ഇത് യൂസ് ചെയ്യുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് മീൻസ് വൈറസിനെ ട്രീറ്റ് ചെയ്യാൻ വൈറസ് മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡെഫിനിഷൻ ആന്റിവൈറൽ ഡ്രഗ്സ് ആർ എ ക്ലാസ് ഓഫ് മെഡിക്കേഷൻ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് viral infections. Then next, side effects. Side effects: nervousness. Second one, nausea and vomiting. Third one, diarrhea. Last one, poor concentration. Side effects: nervousness, nausea and vomiting, diarrhea, poor concentration. Means concentration കുറയുക, ശ്രദ്ധക്കുറവ്. Okay. Then next one, contraindications. At the heading, contraindications. That hepatic failure, peripheral neuropathy. Peripheral neuropathy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവിനുണ്ടാകുന്ന ഡാമേജ്, അതായത് പെയിനും നംനെസ് ഒക്കെ കാലിനും കൈക്കൊക്കെ അനുഭവപ്പെടുക. മീൻസ് കാലിനും കൈക്കൊക്കെ വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ തരിപ്പെല്ലാം അനുഭവപ്പെടുക. നെർവ്സിന് ഡാമേജ് ഉണ്ടാകും. ഏതാണ്? പെരിഫറൽ ന്യൂറോപ്പതി. Then third one, pancreatitis. Means infection of the pancreas. Next one, kidney disorder. ഒന്നുകൂടി പറയാം contraindications. First one, hepatic failure. Second means liver failure. Second one, peripheral neuropathy. Peripheral neuropathy എന്ന് പറഞ്ഞാൽ നെർവിനുണ്ടാകുന്ന ഡാമേജ്, അത് കാലിനും കൈക്കൊക്കെയാണ് പ്രധാനമായിട്ടും, അതായത് നംനെസ്സും അതുപോലെ തന്നെ പെയിൻ ഒക്കെ അനുഭവപ്പെടുക. നെക്സ്റ്റ് വൺ, പാൻക്രിയാറ്റൈറ്റിസ്. ലാസ്റ്റ് വൺ, കിഡ്നി ഡിസോർഡേഴ്സ്. Is it clear? Clear ആയോ ഇത്രയും? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ആന്റി ഹെർപ്പസ് വൈറസ് ഏജന്റ്സ്. ആന്റി ഹെർപ്പസ് വൈറസ് ഏജന്റ്സ്. ആന്റി ഹെർപ്പസ് വൈറസ് ഏജന്റ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഐഡോക്സുരിഡിൻ, അസൈക്ലോവിർ, then famciclovir, ganciclovir. ഇതിൽ പറയാം, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി ഹെർപ്പസ് വൈറസ് ഏജന്റ്സ് ആണ്. എക്സാമ്പിൾസ് ഐഡോക്സുരിഡിൻ, അസൈക്ലോവിർ, famciclovir and ganciclovir. Then രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി റിട്രോവൈറസ്. ഓക്കെ, ഈ ആന്റി റിട്രോവൈറസിനെ അഗൈൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആന്റി റിട്രോവൈറസിനെ അഗൈൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ എ ക്ലാസിഫിക്കേഷൻ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. എ ക്ലാസിഫിക്കേഷൻ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, എ ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾസ് സുഡോവിഡിൻ, didenosine, stavudin, lamivudin. ഒന്നുകൂടി പറയാം, ആന്റി റിട്രോവൈറസിനെ അഗൈൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് എ ക്ലാസിഫിക്കേഷൻ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് സുഡോവിഡിൻ, ഡിഡെനോസിൻ, then stavudin, then lamivudin. Then B classification non-nucleoside reverse transcriptase inhibitors. അതിന് എക്സാമ്പിൾസ് നെവിറാപ്പിൻ ആൻഡ് ഡെലാവിരിഡിൻ. ഇങ്ങനെ 2 എക്സാമ്പിൾസ് ആണ് വരുന്നത്. Then C classification protease inhibitors. അതിന് എക്സാമ്പിൾസ് റിറ്റോനേവിർ, ലോപ്പിനേവിർ, ഇൻഡിനേവിർ.
അതായത് സി ക്ലാസിഫിക്കേഷൻ പ്രോട്ടിയസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. എക്സാമ്പിൾസ് റിറ്റോനേവിർ, ലോപ്പിനേവിർ ആൻഡ് ഇൻഡിനേവിർ. അതായത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി റിട്രോവൈറസ് ആണ്. അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തത് ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ്, then second one non nucleoside reverse transcriptase inhibitors, then C classification protease inhibitors. Then main classification മൂന്നാമത്തത് ആന്റി ഇൻഫ്ലുവൻസ വൈറസ്. ആന്റി ഇൻഫ്ലുവൻസ വൈറസ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് റിമാൻഡഡിൻ, റിമാൻഡഡിൻ ആൻഡ് അമാൻഡഡിൻ. രണ്ട് ഡ്രഗ്സ് ആണ് വരുന്നത്, റിമാൻഡഡിൻ ആൻഡ് അമാൻഡഡിൻ. അതായത് ആന്റി ഇൻഫ്ലുവൻസ വൈറസ്. എക്സാമ്പിൾസ് റിമാൻഡഡിൻ ആൻഡ് അമാൻഡഡിൻ. ദെൻ നാലാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ നോൺ സെലക്റ്റീവ് ആന്റിവൈറൽ ഡ്രഗ്സ്. നോൺ സെലക്റ്റീവ് ആന്റിവൈറൽ ഡ്രഗ്സ്. എക്സാമ്പിൾ റിബാവിറിൻ, ലമിവുഡിൻ. റിബാവിറിൻ ആൻഡ് ലമിവുഡിൻ. അതായത് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ സെലക്റ്റീവ് ആന്റിവൈറൽ ഡ്രഗ്സ് ആണ്. എക്സാമ്പിൾസ് റിബാവിറിൻ ആൻഡ് ലമിവുഡിൻ. എന്നോട് പറയാം ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി ഹെർപ്പസ് വൈറസ് ഏജൻസ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി റിട്രോ വൈറസ് ആണ്. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി ഇൻഫ്ലുവൻസ വൈറസ്. ദെൻ ഫോർത്ത് വൺ നോൺ സെലക്റ്റീവ് ആന്റിവൈറൽ ഡ്രഗ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഷെമീന, ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആന്റി ഹെർപ്പസ് വൈറസ് ഏജൻസ്. ആന്റി ഹെർപ്പസ് വൈറസ് ഏജൻസ്. അതിന് എക്സാമ്പിൾസ് വരുന്നത് ഐഡോക്സുരിഡിൻ, ഐഡോക്സുരിഡിൻ, അസൈക്ലോവിർ, ഫാൻസിക്ലോവിർ, ഗാൻസിക്ലോവിർ. ഷെമീന ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ, അടുത്ത ഹെഡിങ് കൊടുക്കാം ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ്. ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ്. ഓക്കെ, ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് എന്താ നോക്കാം. ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ലെപ്രസി. ഓക്കെ, ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ലെപ്രസി എന്ന് പറഞ്ഞ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അതായത് ലെപ്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവ്സിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ്. എന്നിട്ട് സ്കിൻ ലേഷൻസ്, സ്കിന്നില് പാച്ചസ് എല്ലാം മീൻസ് പാടുകളും അല്ലെങ്കിൽ എന്താ പറയുക പാണ്ടൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ വീക്ക്നെസ് അനുഭവപ്പെടും. ഓക്കെ, അതുപോലെ ഹാൻഡിനെയും ഫീറ്റിനെയൊക്കെയാണ് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുക. ഹാൻഡ്സിനെയും ഫീറ്റ്സിനെയൊക്കെയാണ് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. നെർവിന് ഡാമേജ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിൽ പാച്ചസ് എന്താ പറയുക മുറിവുകൾ അല്ലെങ്കിൽ പാടുകളൊക്കെ വീഴും. ലെപ്രസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനാണ് ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് nausea and vomiting, then diarrhea, then abdominal pain, then dry and scaly skin. അതായത് സ്കിന്ന് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ സ്കേലി ആകും, മീൻസ് വരകൾ അല്ലെങ്കിൽ എന്താ പറയുക വരകൾ വീഴുകയും ചെയ്യും. എന്നോട് പറയാം സൈഡ് എഫക്ട്സ് nausea and vomiting, diarrhea, abdominal pain, dry and scaly skin. ഇത്രയും ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ഹെഡിങ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സൾഫോൺ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സൾഫോൺ. ഓക്കെ, സൾഫോണിന്റെ എക്സാമ്പിൾസ് ഡാപ്സോൺ, ഡാപ്സോൺ, സൾഫോക്സോൺ, ഡാപ്സോൺ സൾഫോക്സോൺ, അസഡാപ്സോൺ, അസഡാപ്സോൺ, അസഡാപ്സോൺ. അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സൾഫോൺ ആണ്. എക്സാമ്പിൾസ് ഡാപ്സോൺ, സൾഫോക്സോൺ, അസഡാപ്സോൺ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫിനേസിൻ, ഫിനേസിൻ. ഫിനേസിന്റെ എക്സാമ്പിൾ ക്ലോഫാസിമിൻ, ക്ലോഫാസിമിൻ.
അതായത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫിനേസിൻ ആണ്. ഫിനേസിൻ എക്സാമ്പിൾ ക്ലോഫാസിമിൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി ട്യൂബർക്കുലാർ. ആന്റി ട്യൂബർക്കുലാർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ എത്യുനമൈഡ്, റിഫാംബിസിൻ. മൂന്നാമത്തത് ആന്റി ട്യൂബർക്കുലാർ. എക്സാമ്പിൾ എത്യുനമൈഡ് ആൻഡ് റിഫാംബിസിൻ. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് എക്സാമ്പിൾ ഒഫ്ലോക്സാസിൻ, മൈനോസൈക്ലിൻ, ക്ലാരിത്രോമൈസിൻ. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റിബയോട്ടിക്സ് ആണ്. എക്സാമ്പിൾ ഒഫ്ലോക്സാസിൻ, മൈനോസൈക്ലിൻ ആൻഡ് ക്ലാരിത്രോമൈസിൻ. കോൺട്രാഇൻഡിക്കേഷൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് കോൺട്രാഇൻഡിക്കേഷൻ. ഓക്കെ, സൈഡ് എഫക്ട്സിന്റെ താഴെ എഴുതി വെക്കുക കോൺട്രാഇൻഡിക്കേഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഓക്കെ, എന്നിട്ട് പറയാം ക്ലാസിഫിക്കേഷൻ. 4 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. സൾഫോൺ, ഫിനാസിൻ, ആന്റി ട്യൂബർക്കുലർ ആൻഡ് ആന്റിബയോട്ടിക്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. നാളെയും കൊണ്ട് നിങ്ങളുടെ ഫാർമക്കോളജി കവർ ആകും. ഓക്കെ, നിഷാന ആന്റി ഫംഗൽ ഏജൻസ് പറ. ഓക്കെ, ഹുസ്ന കോൺട്രാഇൻഡിക്കേഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ പറ. ഓക്കെ, then ആന്റി മെറ്റബോളൈറ്റ്സ്. ഓക്കെ, സിസ്റ്റമിക്. ഓക്കെ, ആന്റിരാമിൻ. then ഓക്കെ, അലീന ആന്റി വൈറൽ ഡ്രഗ്സ്. സൈഡ് എഫക്ട്സും കോൺട്രാഇൻഡിക്കേഷനും കൂടി പറ. ഓക്കെ, സെല്ലിയ
സെല്ലിയ ക്ലാസിഫിക്കേഷൻ പറ. Scavenging, lemmiwoodin. Cryptonavian. Aman. Okay, good. Risana. Okay, anti-leprotic drugs പറ. Side effects ഉം contraindication ഉം. Okay, Shihana, what are the classification? Okay, okay. Shemina. Okay, classifications പറ. ഉം. 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 Clarithromycin. Clarithromycin. Okay. Okay. Okay, any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത അവർ എക്സാം ആണ്. ഓക്കെ, നാളെ കൊണ്ട് നിങ്ങളുടെ ഫാർമക്കോളജി നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.